അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 3000-ലധികം അഡ്വൈസ് ഉറപ്പാണെന്നുള്ളതാണ്. എന്നൊക്കെ ഇത് വിളിച്ചിട്ടുണ്ടോ 2 കാറ്റഗറി നമ്പറിലും കൂടെ 3000-ലധികം അഡ്വൈസ് പോയിട്ടുണ്ട്. നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഇത്രയും അഡ്വൈസ് പോകുന്ന വേറെ ഒരു നോട്ടിഫിക്കേഷൻ ഇല്ല എന്നുള്ളതാണ് പരമായ സത്യം എന്ന് പറയുമ്പോഴത്തേക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 382, 383 അങ്ങനെ 2 കാറ്റഗറി ആയിട്ടാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഗസറ്റ് ഡേറ്റ് 15/10/2025 19/11 വരെ, നവംബർ 19 വരെ നമുക്ക് അപേക്ഷ കൊടുക്കാനുള്ള അവസാന തീയതിയുണ്ട്. മക്കളെടാ, ഇതിൻ്റെ വിശദാംശങ്ങളിൽ നമ്മൾ കിടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മളിപ്പോൾ കാണുന്നത് 382 കാറ്റഗറി നമ്പറാണ്. ഇത് 2 കാറ്റഗറി നമ്പർ ആയി നമ്മുടെ PSC ഇത് വിട്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഗവൺമെൻറ് കീഴിലുള്ള ഒത്തിരി കമ്പനി കോർപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്കൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 3000-ലധികം അഡ്വൈസ് ഉറപ്പാണെന്നുള്ളതാണ്. എന്നൊക്കെ ഇത് വിളിച്ചിട്ടുണ്ടോ 2 കാറ്റഗറി നമ്പറിലും കൂടെ 3000-ലധികം അഡ്വൈസ് പോയിട്ടുണ്ട്. നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഇത്രയും അഡ്വൈസ് പോകുന്ന വേറെ ഒരു നോട്ടിഫിക്കേഷൻ ഇല്ല എന്നുള്ളതാണ് പരമായ സത്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് 2 കാറ്റഗറി നമ്പറായിട്ട് ഒരു വിടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോൾ, ഒന്ന് എന്ന് പറയുമ്പോൾ നമുക്കിൻ്റെ സാലറി സ്കെയിലിൽ വ്യത്യാസമുണ്ട്. നമുക്കറിയാം KSF-ൽ കിഡിലൻ സ്കെയിലാണല്ലേ. KSF ആണെങ്കിലും KSV ഒക്കെ ആണെങ്കിലും അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ കിഡിലൻ സ്കെയിലാണ്. അതേസമയം KSRTC ഒക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് സ്കെയിലിൽ ഒരു വേരിയേഷൻ വരും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഈ സാലറി സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ 2 ആയിട്ട് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ 382-ൽ നമുക്ക് ഏതൊക്കെ കമ്പനീസാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കാം. ഒന്ന് KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ്, അതുപോലെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, അതുപോലെ KMML അല്ലേ, കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡ്, അതുപോലെ കെൽട്രോൺ വരുന്നുണ്ട്, അതുപോലെ കാഷി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വരുന്നുണ്ട്, മലബാർ സിമെൻറ്റ്സ് വരുന്നുണ്ട്, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വരുന്നുണ്ട്, അതുപോലെ കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ വരുന്നുണ്ട്, അതുപോലെ ട്രാവൻകൂർ ടൈറ്റാനിയം വരുന്നുണ്ട്, അതുപോലെ കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വരുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് അതോറിറ്റീസ് ഇൻ കേരള വരുന്നുണ്ട്, അതുപോലെ കെൽട്രോൺ കമ്പോണൻറ്റ് കോംപ്ലക്സ് കണ്ണൂരിൽ വരുന്നുണ്ട്, അതുപോലെ കേരള വാട്ടർ അതോറിറ്റി വരുന്നുണ്ട്, കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വരുന്നുണ്ട്, കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതുപോലെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ. ഇത്രയും ഭാഗത്തേക്കുള്ള ഇത്രയും സ്ഥലങ്ങളിലേക്കുള്ള അസിസ്റ്റന്റ് തസ്തികയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ശമ്പള സ്കെയിൽ വരുന്ന തസ്തിക എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് നെയിം ഓഫ് പോസ്റ്റ് നമുക്കറിയാം. ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന് വരുന്നുണ്ട്, ക്യാഷ്യർ എന്ന് വരുന്നുണ്ട്, അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 എന്ന് വരുന്നുണ്ട്, അതുപോലെ ക്ലർക്ക് ഗ്രേഡ് 1 എന്ന് വരുന്നുണ്ട്, ടൈം കീപ്പർ ഗ്രേഡ് 2, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നെയിം ഓഫ് പോസ്റ്റിലാണ് വരുന്നത്. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി കമ്പനി കോർപ്പറേഷൻസിലാണ് വിളിച്ചിരിക്കുന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ആ കമ്പനി കോർപ്പറേഷൻ അല്ലെ, ആ കൺസേൺഡ് കമ്പനി കോർപ്പറേഷൻ്റെ സ്കെയിൽ ഓഫ് പേ മാത്രം നമുക്ക് കിട്ടുക. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അറിയാമല്ലോ, ഓരോ സ്ഥലങ്ങളിലും അവരുടെ പ്രത്യേക സ്പെഷ്യൽ റൂൾ ഉണ്ടായിരിക്കും. ആ റൂളിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ കൂടിയും ഈ ഡിഗ്രി ലെവലിൽ പരീക്ഷയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച സ്കെയിൽ ഓഫ് പേ ആണ്. അതാണ് നമുക്ക് KSFE-യിലൊക്കെ അത്രയും ഉയർന്ന സ്കെയിൽ ഓഫ് പേ വരുന്നത്. സാധാരണ നമ്മുടെ ഡിഗ്രി ലെവൽ പോസ്റ്റുകളെക്കാളൊക്കെ ഉയർന്ന സ്കെയിൽ ഓഫ് പേയും മറ്റ് ഇതര ആനുകൂല്യങ്ങളൊക്കെയാണ് നമ്മുടെ KSE പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ, നിങ്ങളെ KSEB അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് വേക്കൻസീസ് നമുക്ക് നോക്കാം. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. കാരണം നമുക്ക് വേറെ ഒന്നുമല്ല, ലിസ്റ്റ് നിലവിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ ഒരു പരീക്ഷ കഴിയുന്ന മുറയ്ക്ക് നമ്മുടെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും. അപ്പോൾ ആദ്യത്തെ അഡ്വൈസ് തന്നെ കിഡിലും അഡ്വൈസ് കയറിപ്പോയുള്ള പണി നമ്മൾ നോക്കിക്കോണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ സഹകാരി നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന ഒരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ഫസ്റ്റ് 1 month കോഴ്സ് 99 കിഡിലമായിട്ട് വിത്ത് ആ മെൻറ്റർഷിപ്പോടുകൂടി പഠിച്ച് കയറാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊന്ന് കൃത്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പൂർണ്ണമായിട്ട് ഫുൾ എഫേർട്ട് ട്രൈ ചെയ്ത് നോക്കാം. എന്താണ് ഡിഗ്രി ലെവൽ പരീക്ഷ, എങ്ങനെ നമുക്ക് റൂട്ട് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഇത് അടിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് 1 മാസം ട്രയലിൽ നിങ്ങൾക്ക് നല്ലൊരു ധാരണ വരും. അത് ട്രയലല്ല, ആക്ച്വലി പെർഫെക്റ്റ് കോഴ്സാണ്. പെർഫെക്റ്റ് കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ബിഗിനിങ് ടു എൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് നമുക്ക് ഓരോ ക്ലാസ് കഴിഞ്ഞും വരുന്ന ഡെയിലി എക്സാമിനേഷനും, അതുപോലെ വീക്കെൻഡ് റിവിഷൻ എക്സാമിനേഷനും, മന്ത്ലി റിവിഷനും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ വരുന്ന സംഭവമാണ്. ലൈവ് അടക്കം വരുന്ന സംഭവമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ട്രൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും അതുപോലെ ഡിഗ്രി പ്രിലിംസ് എന്ന കോഡ് വാട്സ്ആപ്പ് ചെയ്യുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് ഗൂഗിൾ മീറ്റ് സംസാരിച്ചതിന് ശേഷം മാത്രമേ അഡ്മിഷൻ പ്രൊസീഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രശ്നമുണ്ട്. എന്താണ്, സാധാരണ നമുക്ക് ഈ വ്യത്യസ്തമായിട്ടുള്ള കമ്പനി കോർപ്പറേഷൻ ഒറ്റ ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആ കിട്ടുന്ന കമ്പനി നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരുന്നതാണ്. പക്ഷേ അതുകൊണ്ടാണ് അങ്ങനെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത്തരത്തിൽ 2 നോട്ടിഫിക്കേഷൻ തന്നേക്കുന്നത്. അപ്പോൾ ഭാഗ്യം എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഇത് നിർണ്ണയിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വ്യത്യസ്തമായിട്ട് കൂടുതൽ സ്കെയിലുള്ള എല്ലാത്തിനും കൂടെ ഒരു നോട്ടിഫിക്കേഷൻ ആക്കിയത്. അപ്പോൾ അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. കാര്യം എന്താണ്, 383 വരുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന അഡ്വൈസ് ആണെങ്കിൽ നമുക്ക് ആ അഡ്വൈസ് വേണ്ടെന്ന് പറഞ്ഞിരിക്കാം. കാര്യം നമ്മൾ 2 ലിസ്റ്റിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് രസം. NJD പടപടാ വരും, മനസ്സിലായില്ലേ? ഒരുപാട് NJD വരും, നോൺ ജോയിന്റ് ഡിക്ലറേഷൻ ഒരുപാട് വരും എന്നുള്ളതാണ് ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് അതും കൂടെ കൊണ്ടാണ് ഇത്രയും അഡ്വൈസ് മാസമായിട്ട് വരുന്നത് കേട്ടോ.
അപ്പോൾ നമുക്ക് ഇവിടെ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷനിൽ തന്നിരിക്കുന്നതിൽ ഒന്ന് നമുക്ക് ടേണിൽ വരുന്ന ഏത് വേക്കൻസി ആയിരിക്കും ആ വേക്കൻസിയും കിട്ടുക. അതേസമയം മറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിജക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് നമുക്കറിയാം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ ഏജ് എന്ന് പറയുമ്പോഴത്തേക്കും 18-36 വയസ്സാണ്. നമുക്ക് ഒരു സംശയം വേണ്ട. എങ്ങനെ 2/1/1989 മുതൽ 1/1/2007 ഇടയ്ക്കുള്ള ആൾക്കാരെയാണ് ഉൾപ്പെടുത്തുന്നത്. ഈ 2 ഡേറ്റുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ഉൾപ്പെടുത്തും. എപ്പോഴും അപ്പർ ഏജ് ലിമിറ്റ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സംശയം എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഈ ഡേറ്റ് വെച്ച് മാത്രം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ. അതുപോലെ മറ്റുള്ള ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനും SC/STക്കും നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവ് നമുക്ക് എല്ലാ നോട്ടിഫിക്കേഷൻ ഉള്ള പോലെ ഉണ്ടാവും. ഇനി നമുക്കിവിടെ ഏജ് റിലാക്സേഷനിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് പ്രൊഫഷണൽ ഹാൻഡ്സ് വർക്കിംഗ് ഇൻ എനി വൺ ഓഫ് ദ എബോവ് കമ്പനീസ് ഓർ കോർപ്പറേഷൻസ് ബോർഡ്സ് വിൽ ബി ഗിവൺ ഏജ് റിലാക്സേഷൻ ടു ദ എക്സ്റ്റെന്റ് ഓഫ് ദെയർ പ്രൊഫഷണൽ സർവീസ്. പ്രൊഫഷണൽ സർവീസിൽ ഇപ്പോൾ ഇരിക്കുന്ന ആൾക്കാരാണ് ഈ കമ്പനി കോർപ്പറേഷനിൽ പ്രൊഫഷണൽ സർവീസ് ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ റെഗുലർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, റെഗുലർ ആയ കിട്ടത്തില്ല. അപ്പോൾ പ്രൊഫഷണൽ സർവീസിൻ്റെ കാലാവധിയും കൂടെ അവർക്ക് അതിൻ്റെ കൂടെ ആപ്ലിക്കബിൾ ആവും. ഇത് നമുക്ക് ആപ്ലിക്കബിൾ അല്ല കേട്ടോ, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം ആപ്ലിക്കബിൾ ആകുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഒരുപാട് കോൾസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടെ ഞാൻ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമുക്കിപ്പോൾ അറിയാമല്ലോ, നമ്മൾ ഒത്തിരി ഡിഗ്രി ലെവൽ എക്സാംസ് എഴുതിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അതുപോലെ ഡിഗ്രി ലെവൽ എക്സാംസിന് ഇത് എന്താണ് അല്ലേ ഒരു സംശയത്തിൽ നോക്കി കാണുന്ന ആൾക്കാരുണ്ട്. എന്തായാലും നിങ്ങൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മുടെ പ്രിലിംസ് പരീക്ഷയ്ക്കാണ്. അത് 2026 പ്രിലിംസ് പരീക്ഷയ്ക്കാണ്. ഈ 2026 പ്രിലിംസ് പരീക്ഷയിൽ പ്രധാനമായിട്ടും കവർ ചെയ്യുന്ന ഒരു പരീക്ഷ ആയിരിക്കും എന്ത്, നമ്മുടെ ഈ പറഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്നുള്ള പരീക്ഷ. അതിനോടൊപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കുള്ള അസിസ്റ്റന്റ് വിളിച്ചിട്ടുണ്ട്, SBC വിളിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചധികം നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. ഇതിനെല്ലാം കൂടെ ഉള്ള ഒരു സിംഗിൾ എക്സാമിനേഷൻ ആയിരിക്കും നമ്മുടെ പ്രിലിംസ് പരീക്ഷ. ഇപ്പോൾ നിങ്ങൾ വേറെ മെയിൻസിനെ കുറിച്ച് ഒന്നും ഇപ്പോഴും വലുതായിട്ട് വേവലാതിപ്പെടേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു കൃത്യമായ ചിത്രം ഇപ്പോൾ കിട്ടുകയില്ല. ഒന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഈ എക്സാമിനേഷൻ പേപ്പർ 1ഉം 2ഉം ഉണ്ടോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ട് അല്ലേ. അത് എപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും മക്കളെ, നമുക്ക് കലണ്ടർ വരുമ്പോഴത്തേക്ക് മാത്രമേ, എക്സാം കലണ്ടർ വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇപ്പോൾ ജനുവരി വരെയുള്ള സംഗതികളെല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. കാരണം ജനുവരി വരെ ഇതുവരെ ഒന്നും ഇല്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ എന്താണ്, നമുക്ക് എപ്പോഴും ഈ കഴിഞ്ഞ 2023-ലും 2024-ലും 2025-ലൊക്കെ ആയിട്ട് നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, നമ്മുടെ ആൻറ്റിസിപ്പേറ്ററി കലണ്ടർ എന്ന് പറഞ്ഞ സംഗതി വന്നിട്ടുണ്ട് അല്ലേ. അതെന്നാ ഡിസംബർ 30 വരിക. അതായത് 2026 നടക്കാൻ പോകുന്ന PSC പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു സാധനം ആൻറ്റിസിപ്പേറ്ററി കലണ്ടർ. അപ്പോൾ ആൻറ്റിസിപ്പേറ്ററി കലണ്ടർ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും അല്ലേ, സ്റ്റേജ് 1 എന്നാണ്, സ്റ്റേജ് 2 എന്നാണ്. ഇത് ഓരോന്നിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ കൊടുക്കാൻ സാധ്യതയുണ്ട്. അത് വെച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണയിലേക്ക് നമുക്ക് അന്ന് എത്താൻ പറ്റും. കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് ആ ഒരു ലെവലിലേക്ക് ചിന്തിച്ചു തുടങ്ങിയാൽ മതി. അതിന് മുന്നേ എന്ത് ചെയ്യണം, നമുക്ക് ഉറപ്പായിട്ട് മെയിൻസിനും വരാൻ സാധ്യതയുള്ള പ്രിലിംസിന്റെ കൃത്യമായ ടോപ്പിക്കുകൾ പഠിച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രിലിംസ് അടിപൊളി മാർക്ക് മേടിച്ച് ക്ലിയർ ആവുക. ക്ലിയർ ആയി കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ആ സമയം ആകുമ്പോഴത്തേക്കും നല്ലൊരു ധാരണ ഉണ്ടാവും എങ്ങനെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3000-ലൊന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ 1000-ലൊന്ന് ആവണം കേട്ടോ. 3000-ലൊന്ന് ആകാൻ വേണ്ടി നിൽക്കരുത്. ആദ്യത്തെ 1000-ലൊന്ന് ആകാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ശ്രമിക്കാം. 1ാം റാങ്ക് തന്നെയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ടത്. 1ാം റാങ്ക് എന്നൊരു ആശയം തന്നെയാണ് മുന്നോട്ട് വയ്ക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് മാത്രം മനസ്സിൽ വെക്കുക. എപ്പോഴും ഒന്നും സ്വപ്നം കാണണ്ട. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമ്മുടെ വെബിനാർ സെഷനിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകാം കേട്ടോ. നേരത്തെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിലാണ്. ഇപ്പോൾ ഇവിടെ ഞാനൊരു എക്സെപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു നോട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഓവറോൾ കാൻഡിഡേറ്റ്സ്, ഇപ്പോൾ ഉദാഹരണത്തിന് KSFയിലാണ് ആ പ്രൊഫഷണൽ സർവീസ് ഇരുന്നുണ്ടെങ്കിൽ അവർക്ക് ആ കൺസേൺഡ് സ്ഥാപനത്തിലേക്ക് മാത്രമേ അത് ഒരു ഏജ് റിലാക്സേഷൻ കൊടുക്കുന്നതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ബോൾഡ് മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും. ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ BA ഉണ്ട്, BSc ഉണ്ട്, BCom ഡിഗ്രി ഉണ്ട്. ഇത്രേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. BTechക്കാരും BBAക്കാരും പേടിക്കേണ്ട കാര്യമല്ല. നിങ്ങൾ ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് BBSCക്കാരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിഗ്രി ഉള്ള ആൾക്കാരാണെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അവിടെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ കയറി അപേക്ഷിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഇക്വലൻസി കൊടുത്താൽ മതി. ഇക്വലൻസി കൊടുത്തിട്ട് അപേക്ഷ കൊടുത്താൽ മതി, കുഴപ്പമില്ല. അപ്പോൾ വൈ ഐ ആം ഇനെലിജിബിൾ എന്ന് നോക്കണം. അത് നോക്കുമ്പോഴത്തേക്ക് അവിടെ എന്ത് ചെയ്യും, അപ്ലൈ വിത്ത് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഡിഗ്രി സെലക്ട് ചെയ്യുക. അതിന് സമാന്തരമായിട്ട് BSc ആണെങ്കിൽ BSc, BCom അങ്ങനെ സെലക്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു പേടി വേണ്ട. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാം. നിങ്ങളെ പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, മോഡ് ഓഫ് സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻ എല്ലാം നമുക്കറിയാം. ഓൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അതെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെയ്യാത്തവർ കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം തന്നെ ചെയ്യുക. ഓൺ ടൈം രജിസ്ട്രേഷൻ ആണ്. ഓരോ പ്രാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളില്ല. ആദ്യം ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാ പേരും അപേക്ഷ സമർപ്പിക്കുക, സബ്മിറ്റ് ചെയ്യുക. അതിനോടൊപ്പം സഹകാരിയുടെ കൂടെ ഒരു മാസം ഒരു ടീമായിട്ട് പരിശ്രമിച്ച് നോക്കാൻ ആഗ്രഹമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളെയും സഹകാരി സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ആ ഒരു മാസത്തേക്ക് എല്ലാ
എല്ലാ പേർക്കും അഫോർഡബിൾ ആകുന്ന തരത്തിലാണ് സഹകരയുടെ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് മുന്നോട്ട് പോകാം. ഇത്തവണത്തെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയിൽ സഹകരയുടെ ചുണക്കുട്ടികളെ വ്യക്തമായിട്ടുള്ള ഒരു ഹാൻഡ് ഉണ്ടായിരിക്കും എന്നൊരു ഉറപ്പാണ് ഈ അവസരത്തിൽ നിങ്ങൾക്ക് തരാനുള്ളത്. അതിനോടൊപ്പം ആദ്യ റാങ്കുകളിലേക്ക് എത്തുക. സഹകരയുടെ ടീം നിങ്ങളുടെ വീടുകളിലേക്ക് എത്തും, നിങ്ങളെ കാണും, നിങ്ങൾക്ക് പറയാനുള്ള കഥ ഒരു പക്ഷേ നിങ്ങൾ കുറേ കാലമായിട്ട് എഴുതി തുടങ്ങിയ കഥയായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കഥയായിരിക്കും. നമ്മുടെ കണ്ണീരും കിനാവും ചോരയും വിയർപ്പും എല്ലാം കൊണ്ട് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കഥയായിരിക്കും. ഈ കഥ ലോകത്തോട് വിളിച്ചു പറയേണ്ടുന്ന ഒരു ദിവസമുണ്ട് മക്കളെ. ആ ദിവസത്തിന് വേണ്ടി സ്വപ്നം കാണുക. ഈ സ്വപ്നങ്ങൾക്കെല്ലാം ഒരു ദിവസം അഗ്നി ചിറകുകൾ മുളയ്ക്കും. ആ അഗ്നി ചിറകുകൾ വിരിച്ച് നിങ്ങൾ ആകാശത്തിലേക്ക് പറന്നുയരുന്ന ഒരു ദിവസമായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അഡ്വാൻസ്ഡ് ആയിട്ട് വിജയാശംസ നേരുകയാണ്. സൗജന്യ വെബിനാറിൽ നമുക്ക് നേരിട്ട് കാണാം.